ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. നല്ലൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികൾ എടുക്കുക. അതിനുശേഷം അതെല്ലാം നന്നായിട്ട് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക. അതിനുശേഷം സാമ്പാറിലേക്ക് ആവശ്യമായ മസാല നമുക്ക് നോക്കാം. ഞാനിവിടെ സാമ്പാർ പൊടിയല്ല, ഡയറക്റ്റ് പൊടികളെല്ലാം ചേർത്തിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സാമ്പാറിലേക്ക് ആവശ്യമായ പരിപ്പാണ്, അതെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചരുവം വെച്ച് അതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക. പരിപ്പ് അത്യാവശ്യം തിളച്ച് വെന്ത് ഇങ്ങനെ പൊങ്ങി കഴിയുമ്പോഴത്തേനും അതിനകത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം അതിനകത്തിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇപ്പോഴേ ഞാൻ ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഇളക്കി നന്നായിട്ട് ഇതിൽ ചേർത്തതിന് ശേഷം വേവിക്കാൻ വെക്കുക. ഇടയ്ക്ക് നമ്മൾ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തോന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമ്മൾ ഈ കഷ്ണങ്ങൾ ഞെക്കി നോക്കുക. അപ്പോൾ നന്നായിട്ട് ഉടയുന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. അങ്ങനെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിനകത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മസാലകൾ ചേർത്ത് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഇളക്കുക. അതിനുശേഷം ഒന്നുകൂടി അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് പിന്നെയും നന്നായിട്ട് തിളപ്പിക്കുക. ഇനി വേണ്ടത് സാമ്പാറിലേക്ക് കടുക് വറുത്ത് ഇടുകയാണ്. അതിനായിട്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, കരിവേപ്പില എന്നിവ എടുക്കുക. ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിനകത്തിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ഉള്ളിയിട്ട് അതൊരു ബ്രൗൺ കളറാവുന്നത് വരെ കാത്തിരിക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഇനി നമ്മുടെ സാമ്പാറിലേക്ക് കടുക് വറുത്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. വളരെ സ്വാദിഷ്ടമായ ഹെൽത്തിയായ സാമ്പാർ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. നന്ദി, നമസ്കാരം.